നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബയാസുകൾ മാറ്റിവെച്ച് ആരാണിപ്പോൾ ഏറ്റവും വലിയ ബാലൻഡിയോർ കണ്ടൻഡർ? ബാലൻഡിയോർ പവർ റാങ്കിങ് പറയുമ്പോൾ 1-2 മാത്രം പറഞ്ഞാൽ ആര് വരും? ഒരു സംശയവും വേണ്ട. അതിൽ റാഫീഞ്ഞയും ഉണ്ടാകും, മോ സലയും ഉണ്ടാകും. അതിലാർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. സീസൺ ഇനിയും ബാക്കി കിടപ്പാണ്. ഈ ഫോമിൽ തന്നെ ഇവർ തുടരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷെ നിലവിൽ അവരുടെ പോക്ക് കണ്ടാൽ ഈ ഫോമിൽ തന്നെ അവർ സീസൺ അവസാനിപ്പിക്കുമെന്ന് വേണം കരുതാൻ. മോസല 33 മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചു. 24 ഗോളുകളും 17 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. റാഫീഞ്ഞ 34 കളികൾ കളിച്ചു, 25 ഗോളുകളും 11 അസിസ്റ്റുകളും. സോ ഇതിലാർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് ബാലൻഡിയോർ കണ്ടൻഡേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ നിങ്ങൾ ഈ 2 പേര് മാത്രമുള്ളെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും ഈ ഒരു പെർഫോമൻസ് ടീമിന് കൂടി ഗുണകരമാവുന്ന രൂപത്തിൽ വരുമ്പോഴാണല്ലോ വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും പരിഗണിക്കപ്പെടാറുള്ളത് ബാലൻഡിയോറിൽ. അപ്പോൾ ഇപ്പോൾ ലാലിഗയിൽ ബാഴ്സ അത്ര മികച്ച രൂപത്തിലല്ല. ലാലിഗ കിരീട സാധ്യത മങ്ങിയിട്ടുണ്ട്. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച രൂപത്തിലാണ്. എന്നാൽ ഇത് രണ്ടിലും ഒരുപോലെ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോൽവി അറിഞ്ഞിട്ടില്ല ലിവർപൂൾ. പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്തുമാണ്. സോ നിലവിലൊരു എഡ്ജ് മോസലക്കാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.